മുജാഹിദ് പ്രസ്ഥാനം അങ്ങനെയല്ല തെളിവ് പറയൽ. മുജാഹിദുകൾ ഒരു കാര്യം പറയുമ്പോൾ റസൂലുള്ളാഹിയിൽ നിന്ന് ആർക്ക് കിട്ടി, അവിടെ നിന്ന് ആർക്ക് കിട്ടി, അവിടെ നിന്ന് ആർക്ക് കിട്ടി, അതേ അവരുദ്ധരിക്കുന്ന കിതാബ് വരെയുള്ള സനദങ്ങ് പറഞ്ഞിട്ടല്ലാതെ ആ ഹദീസ് പറയില്ല, അത് അംഗീകരിക്കില്ല, അത് സ്വീകരിക്കൂല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്താണ്. ജീവനേക്കാൾ സ്നേഹിക്കേണ്ടതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ. സ്വന്തത്തെക്കാളും മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ലോകത്തുള്ള എല്ലാവരെക്കാളും നബി തങ്ങളെ സ്നേഹിക്കുന്നത് വരെ മുഅ്മിനല്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിരുന്ന ആശയമാണ്. അതാ മുജാഹിദുകൾ ജനത്തോട് പറയുന്നത്. എന്നിട്ടാ ഞങ്ങളെ കുറിച്ചാണോ നിങ്ങൾ പറഞ്ഞു പ്രചരിപ്പിച്ചത് സാധാരണ ജനങ്ങളോട്? എന്ത്? കെട്ടുപോകരുത്, അവര് ദിക്ർ വിരോധികളാണ്, കെട്ടുപോകരുത്, അവര് സ്വലാത്ത് വിരോധികളാണ്, കെട്ടുപോകരുത്, അവർ റസൂലുള്ളാഹിനെ തെറി വിളിക്കുന്നവരാണ്. എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റും മുസ്ലിയാക്കളെ നിങ്ങൾക്ക്? എത്ര കാലം നിങ്ങൾക്ക് കഴിയും? സാധ്യമല്ല, സാധ്യമല്ല. അല്ലാഹുവിന്റെ ദീൻ അത് അള്ളാന്റെ ദീനാണ്. അത് ഇന്നൊരാൾ പോയാൽ നാളെ വരും, അയാൾ പോയാൽ മറ്റന്നാൾ വേറൊരാൾ വരും. പടച്ച റബ്ബിന്റെ ദീൻ അത് ഖിയാമത്ത് നാൾ വരെ അവൻ നിലനിർത്തും. അള്ളാന്റെ ഈ പ്രകാശത്തെ വായ കൊണ്ട് ഊതിക്കെടുത്താമെന്ന് ഒരാളും സ്വപ്നം കാണണ്ട. അതേ, ഈ ശക്തമായ ഈ മലവെള്ളപ്പാച്ചില് ഒരു ഗ്ലാസ് വെള്ളം മുക്കിയിട്ട് തടുത്തു നിർത്താമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുവെങ്കിൽ, അതേ പകൽ സമയത്ത് കത്തിത്തിളങ്ങുന്ന സൂര്യന്റെ നേർക്ക് ഒന്ന് ഊതിക്കെടുത്തിയിട്ട് ആ സൂര്യന്റെ പ്രഭയങ്ങ് മായ്ച്ചു കളയാം എന്ന് ഏതെങ്കിലും പൊട്ടൻ വിചാരിക്കുന്നത് പോലെയല്ലാതെ റബ്ബ് പറഞ്ഞില്ലേ, യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, അവരുടെ വായകൾ കൊണ്ട് അല്ലാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുക്കാൻ അവർ ആഗ്രഹിക്കുകയാണ്. സാധ്യമല്ല. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറയട്ടെ, ഇവൻ നമ്മൾ ദിക്ർ വിരോധികളാണെന്നല്ലേ പറയുന്നത്? ഉള്ള ദിക്റുകൾ ഒട്ടും നമ്മൾ എതിർത്തിട്ടില്ല. എതിർത്തത് ഏത് ദിക്റാണെന്ന് നാം പറഞ്ഞു. ഇനി നിങ്ങൾ മനസ്സിലാക്ക്, ഇനി മനസ്സിലാക്കിക്കോ. അടുത്ത ആരോപണം എന്താണ്? മുജാഹിദിന്റെ ഒന്നും കേട്ടുപോകണ്ട. കാരണം ഒരു മരിച്ചുപോയ അമ്മാക്കും ബാപ്പാക്കും വേണ്ടി പ്രാർത്ഥിക്കൂല. മരണം നടന്നു കഴിഞ്ഞാൽ അവർ മയ്യത്തിന്റെ സമീപത്ത് വെച്ചതാ പത്രം വായിക്കും, പേപ്പർ വായിക്കും. അവിടെ വെച്ച് അവര് മറ്റു വർത്തമാനങ്ങൾ പറയും. ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യൂല, ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യൂല. ജനാസ കൊണ്ടുപോകുമ്പോൾ അവർ ദിക്ർ ചൊല്ലൂല. എന്തോ സാധനം കട്ടുകടത്തുന്നത് പോലെ മൗനമായി കൊണ്ടുപോകും. അവര് ഖബറിൽ വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂല എന്നൊക്കെ പ്രചരിപ്പിക്കുന്നില്ലേ? ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, എന്താണ് വസ്തുത? നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയും കാര്യം. എന്താണ്? മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി എന്തൊക്കെ മുസ്ലിമീങ്ങൾക്ക് ചെയ്യാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ? അതിൽ ഉറച്ചു നിൽക്കുന്നവരാ മുജാഹിദുകൾ. ഒരാൾക്ക് രോഗം പിടിച്ചു കഴിഞ്ഞാൽ ആ രോഗിയെ സന്ദർശിക്കാൻ പോണ്ടേ? രോഗിയെ സന്ദർശിക്കാൻ പോകുമ്പോ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മന്ത്രിക്കാനും പഠിപ്പിച്ച മതമായി ഇസ്ലാം. അപ്പൊ പറയേ, നിങ്ങൾക്കുണ്ടോ മന്ത്രം? നിങ്ങൾ മന്ത്രവിരോധികളല്ലേ? ഞങ്ങൾ മന്ത്രവിരോധികളല്ല. നിങ്ങളൊന്ന് പഠിക്ക്. എന്താ മുജാഹിദുകളെന്ന് പഠിക്ക്. എന്താ മുസ്ലിയാക്കന്മാര് നിങ്ങളോട് വരണ്ടെന്ന് പറയുന്നത്? നിങ്ങളിതൊക്കെ കേട്ടുപോകില്ലേ? ഇത് കേട്ടാ നാളെ പോയി ചോദിക്കൂലേ? മന്ത്രത്തിന്റെ വിരോധികളാണോ മുജാഹിദുകൾ? അല്ല, മന്ത്രവാദത്തെ ഞങ്ങൾ എതിർക്കുന്നു. ഈ വാദം പിടിച്ച മന്ത്രം ഉണ്ടല്ലോ, അത് ഞങ്ങൾക്കില്ല. ആരോഗ്യമുള്ള മന്ത്രം ഞങ്ങൾ ചൊല്ലും. ഏതായി ആരോഗ്യമുള്ള മന്ത്രം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു രോഗിയെ നീ സന്ദർശിക്കുകയാണെങ്കിൽ, നമുക്ക് കൈവെക്കാവുന്ന ഒരു രോഗിയാണെങ്കിൽ, ആണിന് ആണ്, പെണ്ണിന് പെണ്ണ്, അതേ ആ രോഗിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. എല്ലാവർക്കും സുഖപ്പെടുത്തുന്ന റബ്ബ് നീയാണ്. നീയല്ലേ എല്ലാ ബുദ്ധിമുട്ടും നീക്കിക്കളയുന്നവൻ. ജനങ്ങളുടെ രക്ഷിതാവേ, ശിഫ കൊടുക്കണേ, വേദന തീർക്കണേ. രോഗിക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. ഇതിനാർക്കാ എതിർപ്പ്? അല്ലേ? ഒരു ജനാസ കാണുമ്പോ എന്താ വേണ്ടത്? ചിലരൊക്കെ വിചാരിച്ചു ജനാസ കാണാൻ പോകലാ പുണ്യം. ഒരാൾ മരിച്ചാൽ ആ ജനാസ പോയി കാണലാണോ പുണ്യം? ജനാസക്കരികിൽ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ദുആ ചെയ്യുന്നു. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബി അബൂ സലമത്ത് റളിയല്ലാഹു തആല അൻഹു വഫാത്തായ നേരത്ത്
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മയ്യിത്ത് കിടത്തിയിടത്തേക്ക് അങ്ങ് കയറി ചെന്നിട്ട് അതാ ജനാസക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമത വർഫഅ ദറജതഹു ഫിൽ മഹ്ദീൻ എന്ന് തുടങ്ങി അവസാനം വഫ്സഹ് ലഹു ഫീ ഖബ്രിഹി വനവ്വിർ ലഹു ഫീ അബൂ സലമക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, അദ്ദേഹത്തിന് ചെന്നു ചേരാനുള്ള ഖബറിടം വിശാലമാക്കണേ, അവിടെ ലൈറ്റ് കൊടുക്കണേ, ഖബറിന്റെ ഇരുട്ട് നീക്കി പ്രകാശം പരത്തണേ, പുറത്തു കൊടുക്കണേ എന്നിങ്ങനെ അബൂ സലമത്ത് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പേരെടുത്ത് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് പലരും ഈ സുന്നത്ത് മറന്നിരിക്കുകയാണ്. ജനാസ പോയി കാണലാ പുണ്യമെന്നാ വിചാരിച്ചത്. കണ്ട് വെറുതെ തിരിച്ചു പോരലല്ല. ആ ജനാസയുടെ സമീപത്ത് വെച്ചുകൊണ്ട് അല്ലാഹുവിനോട് പറഞ്ഞോളൂ, മരിച്ച വ്യക്തി ആണാണെങ്കിൽ ആ പേര് പറഞ്ഞോ, പെണ്ണാണെങ്കിൽ ആ പേര് പറഞ്ഞോ, ആരാണെങ്കിൽ ആ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുമ്മ ഗ്ഫിർലി, ഇന്നയാൾക്ക് വേണ്ടി പടച്ചോനെ പൊറുക്കണേ, ഇന്നയാൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സലമത്ത് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇദാ ഹദർതുമുൽ മരീദ അവിൽ മയ്യിത ഫഖൂലൂ ഖൈറാ ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. ഒരു രോഗിയുടെ സമീപത്തോ ഒരു ജനാസയുടെ സമീപത്തോ നിങ്ങൾ ഹാജരായി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ വെച്ച് നല്ലതിനെ ചോദിക്കണം. നിങ്ങൾ ചോദിക്കുന്ന ദുആകൾക്ക് മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. അത്രയും പുണ്യമുള്ള ആ രൂപത്തിലുള്ള ദിക്റുകൾ, ദുആകൾ മുജാഹിദുകളാരായ എതിർത്തത്. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഒരിക്കൽ പോലും ജനാസ കൊണ്ടുപോകുമ്പോൾ അതേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ട് കൊണ്ടുപോയിട്ടില്ല, സ്വഹാബത്ത് കൊണ്ടുപോയിട്ടില്ല. മൗനമായിട്ടാണ് ജനാസയുടെ പിന്നാലെ പോകേണ്ടത്. അതേ ഈ മയ്യത്ത് എങ്ങോട്ടാ പോകുന്നത്? ഖബറിലേക്കല്ലേ? ഞാനും കിടക്കേണ്ടവനല്ലേ? എന്റെയും സ്ഥിതി നാളെ ഇതല്ലേ? അതേ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഇടക്ക് എത്രയോ ജനാസകൾ നമ്മൾ കണ്ടില്ലേ? വീട്ടിന്റെ മുമ്പിലൂടെ കടന്നുപോയത് കണ്ടില്ലേ? വാഹനത്തിലൂടെ കടന്നുപോയത് കണ്ടില്ലേ? അതിങ്ങനെ കണ്ടവര് ചിന്തിച്ചോ അവരുടെ മനസ്സിൽ, വലം യഖ്റുജു ഇല്ലാ ബിഖുത്നിൻ വഖിർഖത്തിൻ വമാ ആമറു മിൻ മൻസിലിൻ ളല്ല ഖാലിയാ വഅൻത ഗദൻ ഔ ബഅദഹു في جوارهم وحيدا فريدا في المقابر ثابيا. കണ്ടില്ലേ മുസ്ലിമേ, നിന്റെ വീട്ടിന്റെ മുന്നിലൂടെ വാഹനത്തിലൂടെ ഏറിയിട്ട് മയ്യത്ത് കട്ടിലേറിയിട്ട് എത്രയോ ജനാസകൾ പോയില്ലേ? പോകുന്നവരെയൊക്കെ നീ നോക്കിയോ? ഏത് മുതലാളിയുടെ കയ്യിലാ താക്കോൽ കോട്ടമുള്ളത്? ഏത് രാജാവിന്റെ കൂടെയാ പണമുള്ളത്? ഏത് മന്ത്രിയുടെ കൂടെയാണ് പണമുള്ളത്? ആരും ഒന്നും കൊണ്ടുപോകുന്നില്ല. എത്ര വലിയ സ്വർണം ധരിച്ച പെണ്ണാണെങ്കിലും ജനാസ കുളിപ്പിക്കുന്ന നേരത്ത് അവളുടെ ആറ്റുനോറ്റ് മോഹിച്ചുകൊണ്ട് അവളുടെ ചെറുവിരലിൽ അണിഞ്ഞ ഒരു പവൻ തൂക്കം മോതിരമെങ്കിലും അവിടെ കിടന്നോട്ടെ, അവള് കൊണ്ടുപോയിക്കോട്ടെ. ഒരു ഉമ്മയും ഒരു പെണ്ണും അത് വിചാരിച്ച് അതേ കഫൻ പൊതിയുമ്പോൾ കഫൻ പുടവയുടെ കൂട്ടത്തിൽ ആ സ്വർണമോതിരം വെക്കില്ലല്ലോ. അതേ ചീർത്ത് വീർത്ത ശരീരമാണെങ്കിൽ പോലും കത്രിക കൊണ്ട് പ്രയാസപ്പെട്ട് മുറിച്ചെടുത്തിട്ടാണെങ്കിലും അവസാനത്തെ ആ പൊന്നിന്റെ തെരിയും ശരീരത്തിൽ എന്ന് നീക്കിയിട്ടല്ലാതെ ഉമ്മാ പെങ്ങളെ നിങ്ങളുടെ ശരീരം കെട്ടിപ്പൊതിഞ്ഞ് മഖ്ബറയിലേക്ക് പോകുന്നുണ്ടോ? ചിന്തിക്കണ്ടേ? ഈ ബോധമാണ് മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോ, ജനാസ കാണുമ്പോ, ജനാസയുടെ പിന്നാലെ പോകുമ്പോ മുസ്ലിമിനുണ്ടായിരിക്കേണ്ടത് ഞാനും ഇങ്ങനെ പോകണം, ഞാനും ഇങ്ങനെ പോയി ഖബറിൽ കിടക്കണം. ഈ ചിന്തയോടെ മയ്യത്തിന്റെ പിന്നാലെ മൗനം പാലിച്ചു പോകലായിരുന്നു റസൂലുള്ളാഹി